ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. കലാരൂപങ്ങളെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് കേരളത്തിലെ കലാരൂപമായ കഥകളിയെക്കുറിച്ചും പടയണിയെക്കുറിച്ചുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നൃത്തം, നാട്യം, നൃത്യം, ഗീതം, വാദ്യം എന്നിങ്ങനെ 5 ഘടകങ്ങളുടെ സമ്മേളനമാണ് കഥകളി. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ആട്ടക്കഥയിലെ പദങ്ങളാണ് കഥകളിയിൽ പാടി അഭിനയിക്കപ്പെടുന്നത്. ഇനി പടയണിയെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഭഗവതി ക്ഷേത്രങ്ങളിൽ കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായി അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി. നാടക സ്വഭാവമുള്ള കലയാണിത്. വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് ഇത് നടത്തി വരുന്നത്. ഒരു ഗ്രാമത്തെ മുഴുവൻ വസൂരി രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായാണ് ഇത് നടത്തി വരുന്നത്. അതിനാൽ നാനാജാതി മതസ്ഥരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണുവാനാകും. പടയണിയുടെ അവതരണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കവുങ്ങിൻ്റെ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറയുന്നതാണ്. പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, കാവുകളിൽ എന്നിവിടങ്ങളിലായാണ് പടയണി നടക്കുന്നത്. വടക്കൻ മലബാറിലെ തെയ്യങ്ങളുമായി ഇതിന് സാമ്യമുണ്ട്. യുദ്ധവിന്യാസത്തെ കുറിക്കുന്ന പടശ്രേണി എന്ന പദത്തിൽ നിന്നാണ് പടയണി എന്ന പേര് ഉത്ഭവിച്ചത്. പടയണിയെ ആസ്പദമാക്കി നിർമ്മിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് പച്ചത്തപ്പ്. കഥകളിയെക്കുറിച്ചും പടയണിയെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിവുകൾ പകരുന്ന പുതുപുത്തൻ വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു.